أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവരുടെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുത്തഖീകളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിലെ സാംസ്കാരിക കേന്ദ്രമാണ് പള്ളി. മർക്കസുൽ ഇസ്ലാം, ബൈത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഭവനം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിതമാകുന്ന കേന്ദ്രങ്ങൾ. മസ്ജിദ് എന്ന് നമ്മൾ പറയും. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പള്ളിയാണെങ്കിലും വേറെ ഏതെങ്കിലും പ്രത്യേകമായി നമ്മുടെ വീട്ടിൽ തന്നെ നമസ്കരിക്കാനായി സുജൂദ് ചെയ്യാനായി പ്രത്യേകം സംവിധാനം ഒരുക്കിയാൽ ഭാഷാപരമായി അതിനൊക്കെയും മസ്ജിദ് എന്ന് പറയും. മതപരമായി മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പള്ളി എന്നാണ്. പള്ളികൾക്ക് നമ്മൾ പേരിടാറുണ്ട്. ജുമുഅ മസ്ജിദ്, അൽ മസ്ജിദുൽ ജാമിഅ എന്നൊക്കെ പള്ളികളെ സംബന്ധിച്ച് നമ്മൾ പറയും. ജാമിഅ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്നാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സർവകലാശാല, അഥവാ സർവ അറിവുകളും ലഭിക്കുന്ന കേന്ദ്രമായിരിക്കണം ഒരു ജുമുഅ മസ്ജിദ്. ഒരു ജുമുഅ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആ മസ്ജിദ് നിർവഹിക്കേണ്ട ദൗത്യം ആ പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അതിൻ്റെ പരിസരത്തുള്ള പള്ളിയെ സമീപിക്കുന്ന, പള്ളിയുമായി ബന്ധപ്പെടുന്ന ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അറിവുകളും ലഭിക്കുന്ന കേന്ദ്രമായി മാറുമ്പോഴാണ് അതൊരു ജുമുഅ മസ്ജിദായി തീരുക. അതല്ലാതെ നാം മനസ്സിലാക്കിയതുപോലെ പള്ളി എന്ന് പറഞ്ഞാൽ ബാഗും ഇഖാമത്തും നമസ്കാരവും മാത്രം നടത്തി ഒതുങ്ങിക്കൂടാനുള്ള കേന്ദ്രങ്ങളല്ല. മസ്ജിദുൽ നബവി, മസ്ജിദുർ റസൂൽ, റസൂലുള്ളാഹിയുടെ പള്ളി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര കേന്ദ്രമായിരുന്നു മദീനത്തെ പള്ളി. ഇപ്പോൾ ഒരാളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നടക്കാത്ത കാര്യമാണെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ പറയും പള്ളി പോയി പറഞ്ഞാൽ മതി. അതിന്റെ അർത്ഥം എന്താ? അത് നടക്കൂല എന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ വാചകത്തിന്റെ അർത്ഥം നേരെ തിരിച്ചായിരുന്നു. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അത് നടക്കും എന്നതിന്റെ ഗ്യാരണ്ടി ആയിരുന്നു. എത്രയോ ഉദാഹരണങ്ങളാണ്. ഭക്ഷണമില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ മദീനത്തെ പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നാൽ, പ്രവാചകരെ എനിക്ക് വിശക്കുന്നു, എനിക്കും എന്റെ കുടുംബത്തിനും ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ അതിനുള്ള പരിഹാരം മദീനത്തെ പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. വീടില്ലാത്ത ഒരാൾ പള്ളിയിൽ വന്ന് പ്രവാചകരെ എനിക്ക് വീടില്ല, എനിക്ക് വീട് വേണമെന്ന് പറഞ്ഞാൽ അതിനുള്ള പരിഹാര കേന്ദ്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. പ്രവാചകനും സഹാബത്തും എല്ലാവരും ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. ആ മനുഷ്യൻ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, എനിക്ക് തലചായ്ക്കാൻ കൂരയില്ല. സാമ്പത്തികമായി അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഭാര്യയും മക്കളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. എനിക്ക് തലചായ്ക്കാൻ ഒരു കൂര വേണമെന്ന് പ്രവാചകന്റെ പള്ളിയിൽ വന്ന് ആ പള്ളി കമ്മിറ്റിയിലെ മെമ്പർമാരോട് ആ ഇബ്നു സബീൽ വഴിപോക്കനായ മനുഷ്യൻ വന്നുകൊണ്ട് സങ്കടം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അതിനുള്ള പരിഹാരം എത്രയും വേഗം ശരിയാക്കി തരാം എന്നുള്ള നിലയിൽ ആ സഹോദരനെ പറഞ്ഞയച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പ്രവാചകന്റെ സ്വഹാബത്തെ ഈ മനുഷ്യനെ പിന്നെ കണ്ടുമുട്ടുന്നത് മാർക്കറ്റിൽ വെച്ചാണ്, അങ്ങാടിയിൽ വെച്ചാണ്. പ്രവാചകന്റെ സ്വഹാബത്ത് ആ മനുഷ്യന്റെ അടുക്കലേക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. നമ്മളാണെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുക? അന്ന് ആ മനുഷ്യൻ വന്ന് പറഞ്ഞ് പോയിട്ട് ആ ചങ്ങാതി പിന്നെ ഇതുവരെ ഒന്നും വന്നില്ലല്ലോ, വിളിച്ച് ചോദിച്ചില്ലല്ലോ, ആ സഹോദരന് വേറെ വഴി കിട്ടി കാണും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമില്ലായിരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. പ്രവാചകന്റെ പള്ളിയിൽ വന്ന് സങ്കടം പറഞ്ഞ ആ സഹോദരനെ അങ്ങാടിയിൽ വെച്ച് സ്വഹാബത്ത് കാണുമ്പോൾ സ്വഹാബത്ത് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുകയാണ്. നിങ്ങൾ അന്ന് വന്ന് പള്ളിയിൽ വന്ന് ഒരു സങ്കടം പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രശ്നം അത് പരിഹരിക്കാൻ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഞാൻ അന്ന് വന്ന് നിങ്ങളുടെ പള്ളിയിൽ വന്ന് ആ സങ്കടം പറയുമ്പോൾ അന്ന് എനിക്ക് ഏറ്റവും ആവശ്യം ഒരു കൂരയായിരുന്നു, തലചായ്ക്കാൻ ഒരു ഇടമായിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് അതിനേക്കാളും വലിയ വിഷയമുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ വേണ്ടത് വീടല്ല, വേറെ കാര്യമാണ് എനിക്ക് വേണ്ടത്. സഹാബത്ത് ചോദിച്ചു, അതെന്താണത്? ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ അംബിയാഇന്റെ ആദ്യത്തെ വചനം, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ ഹിസാബ്, അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്, ആസന്നമായിരിക്കുകയാണ്. പക്ഷേ അവരാകട്ടെ അതിനെ സംബന്ധിച്ച് അശ്രദ്ധയാണ് എന്ന ആയത്ത് ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഹിസാബിന്റെ കാര്യത്തിലാണ് എന്റെ ചിന്ത. ആ പരലോകത്തേക്ക് വേണ്ട സംഗതികൾ സ്വരുക്കൂട്ടുക എന്നതാണ് ദുനിയാവിലെ എന്റെ വീടിനേക്കാൾ ഇന്ന് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ആ സഹോദരൻ മറുപടി പറഞ്ഞു. ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്റെ പള്ളിയിൽ വന്ന് ഒരാൾ ഒരു സങ്കടം പറഞ്ഞാൽ അത് നടക്കാതിരുന്നിട്ടില്ല. ഇതായിരിക്കണം ഒരു പള്ളി. ആ പള്ളിക്കാണ് ജുമുഅ മസ്ജിദ് എന്ന് പേര് പറയാൻ അർഹതയുള്ള പള്ളി. മദീനത്തെ പള്ളി സ്വഹാബത്തിന്റെ കോടതിയായിരുന്നു, അവിടുത്തെ ജഡ്ജിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനിടയിൽ എന്ത് പ്രശ്നമുണ്ടായാലും അവരുടെ മദീനത്തെ പള്ളിയിൽ വന്ന് പ്രവാചകന്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറയുന്നു. അതിനുള്ള കൃത്യമായ അന്തിമമായ ന്യായമായ ഒരു വിധി, ഒരു തീരുമാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എല്ലാ വിഷയവും സ്വഹാബത്ത് പഠിച്ചത് എവിടെന്ന? മദീനത്തെ പള്ളിയിൽ നിന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് കുളിക്കണം, വൃത്തിയായി നടക്കണം, നല്ല വസ്ത്രം ധരിക്കണം, താടിയും മുടിയുമെല്ലാം ചീരി വെക്കണം. സ്വഹാബത്ത് ഇത് പഠിച്ചത് മദീനത്തെ പള്ളിയിൽ നിന്നായിരുന്നു. വിസർജന മര്യാദകൾ പ്രവാചകന്റെ സ്വഹാബത്ത് പഠിച്ചത് പ്രവാചകന്റെ പള്ളിയിൽ നിന്നായിരുന്നു. പല ഗോത്ര തലവന്മാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യ ചർച്ചകൾ നടത്തിയത്, ഐക്യ സമ്മേളനം നടത്തിയത് മദീനത്തെ പള്ളിയിൽ വെച്ചായിരുന്നു. ഇങ്ങനെ ജനങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള ആശ്വാസ കേന്ദ്രമായി, പരിഹാര മാർഗമായി ഒരു പള്ളി മാറേണ്ടതുണ്ട്, ഒരു ജുമുഅ മസ്ജിദ് മാറേണ്ടതുണ്ട്. അഥവാ പള്ളിയിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ടത് ഹുദയാണ്. ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം, സന്മാർഗത്തിന്റെ കേന്ദ്രമായി പള്ളികൾ മാറണം. ഇന്ന് നമ്മുടെ നാട്ടിൽ പള്ളികൾക്ക് പഞ്ഞമില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരുപാട് പള്ളികൾ ഉണ്ടാകും. എങ്ങനെയുള്ള പള്ളികൾ? മസാജിദുഹും ആമിറ, അമ്പലച്ചുംബികളായ പള്ളികൾ ഉണ്ടാകും, അലങ്കരിക്കപ്പെട്ട പള്ളികൾ ഉണ്ടാകും. പക്ഷേ
പക്ഷേ ആ പള്ളികളിൽ നിന്ന് ഹുദ വിദൂരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. പല പള്ളികളുടെയും അവസ്ഥ അതാണ് ഇന്ന്. ജനങ്ങൾക്ക് ഹുദ ലഭിക്കുന്ന, സന്മാർഗ്ഗം ലഭിക്കുന്ന, ആശ്വാസം ലഭിക്കുന്ന, ഉപകാരപ്രദമായ കാര്യങ്ങൾ ലഭിക്കുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മെമ്പർമാരായിരിക്കണം ആ പള്ളിയുടെ ഭാരവാഹികളായി വരേണ്ടത് എന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം, ഇന്ന് വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഖുത്ബ പറയുമ്പോൾ എന്റെ മനസ്സിന്റെ ചിന്ത ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, ആ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്ന പരിശുദ്ധമായ മിമ്പർ, വെള്ളിയാഴ്ചത്തെ ഖുത്ബ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? പ്രവാചകന്റെ ഖുത്ബ എങ്ങനെയായിരുന്നു? കാന യഖറഉൽ ഖുർആൻ വയദക്കിറുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുകയാണ് മിമ്പറിൽ നിന്ന്. ആ ഖുർആനിന്റെ ആയത്തുകൾ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രവാചകന്റെ പള്ളിയിൽ വരുന്ന സഹോദരീ സഹോദരന്മാർക്ക് കൃത്യമായ മനസ്സിലാകുന്ന ഭാഷയിൽ, ലളിതമായ ശൈലിയിൽ ഉത്ബോധനം നൽകുന്ന കേന്ദ്രങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. പ്രവാചകന്റെ വെള്ളിയാഴ്ചത്തെ ഖുത്ബയെ സംബന്ധിച്ച് സ്വഹാബത്ത് തന്നെ പറയുകയാണ്, വഅലാ സൗതുഹു. ചില വിഷയങ്ങൾ പറയുമ്പോൾ വിഷയത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് പ്രവാചകന്റെ ശബ്ദം ഉയരുകയാണ്. വസ്തസവഹു, അവിടത്തേക്ക് കോപം കഠിനമാവുകയാണ്. വഹ്മറജ അയ്യാ, പ്രവാചകന്റെ കണ്ണുകൾ ചുവക്കുകയാണ്. ഏതുപോലെ കാലഹു മുൻദിറു ജയ്ഷിൻ, ഒരു സൈനിക നായകനെ പോലെ മിമ്പറിൽ നിന്ന് തന്റെ അനുയായികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സൈനിക നേതാവിനെ പോലെ, ഒരു കമാൻഡറെ പോലെയായിരുന്നു ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു പ്രവാചകന്റെ ഖുത്ബയുടെ ശൈലി. സ്വഹാബത്ത് പറയുകയാണ്, മൗഇദതൻ ബലീഗ, സാരസമ്പുഷ്ടമായ വഅളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ എന്ന് പറയുന്നത്. ദർജത്ത് മിൻഹുൽ ഉയൂൻ, കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഒഴുകുകയാണ് സ്വഹാബത്തിന്റെ. വജലത്ത് മിൻഹുൽ ഖുലൂബ്, അവരുടെ ഹൃദയങ്ങൾ ഞെരുങ്ങി പോവുകയാണ്. വെള്ളിയാഴ്ച മിമ്പറിന്റെ മുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയുടെ ശൈലിയെ സംബന്ധിച്ച് സ്വഹാബത്ത് പറയുകയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഖുത്ബ. വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന പള്ളിയിൽ ഒരു വ്യക്തിയാണ് വരുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ആ പള്ളിയിൽ ജുമാ നടന്നിരിക്കണം. 40 ആളുകൾ വേണമെന്നത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ്. ജുമാ ആർക്ക് വേണ്ടിയാണ്? നാട്ടുകാർക്ക് വേണ്ടിയാണ്, പ്രദേശവാസികളായ ആളുകൾക്ക് വേണ്ടിയാണ്. ആ നാട്ടുകാരുടെ ശൈലിയിൽ അവസരോചിതമായി, സാന്ദർഭികമായി അവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മിമ്പറുകളായിരിക്കണം ജുമുഅ മസ്ജിദ്. ഒരു വെള്ളിയാഴ്ച പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഖുത്ബ നടത്തി. ഒരു സഹോദരൻ താമസിച്ചു വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സ്വഫുകൾക്കിടയിലൂടെ ചാടി ചാടി കടന്ന് അദ്ദേഹം മുന്നിലേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ മിമ്പറിൽ നിന്ന് പറഞ്ഞു, നീ താമസിച്ചു വരികയും ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നുകൊണ്ട് ആ സ്വഹാബിയെ ഉണർത്തുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വരൾച്ച ഉണ്ടായി, മഴയില്ല, ജലക്ഷാമമുണ്ടായി. സ്വഹാബത്ത് പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മിമ്പറിൽ നിന്ന് 2 കൈകളും ആകാശത്തേക്ക് ഉയർത്തി പ്രവാചകന്റെ കക്ഷത്തിന്റെ വെളുപ്പ് കാണുമാറ് മിമ്പറിൽ നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് പറയാൻ, ജുമാ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ മഴത്തുള്ളികൾ ഞങ്ങളുടെ ശരീരത്തെ സ്പർശിച്ചിരുന്നു. മഴ ശക്തമായി, മഴ നിൽക്കുന്നില്ല. അടുത്ത വെള്ളിയാഴ്ച ജുമാഅത്ത് പ്രവാചകന്റെ പള്ളിയിൽ വന്ന പ്രവാചകന്റെ അനുയായികൾ പറഞ്ഞു, ശക്തമായ പേമാരിയാണ്, നാട്ടിലാകെ വെള്ളപ്പൊക്കമാണ്, വീടുകളിൽ വെള്ളം കയറുകയാണ്, കൃഷികൾ നശിക്കുകയാണ്, കന്നുകാലികൾ ചത്തൊടുകയാണ്, മഴ നിൽക്കാനായി അങ്ങ് പ്രാർത്ഥിക്കണം. കൈകൾ ഉയർത്തി പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹു
മറ്റൊരിക്കൽ പ്രവാചകൻ ഖുത്ബ നിർവഹിച്ചപ്പോ ഒരു സഹോദരൻ കയറി വന്നു. ആ സഹോദരന്റെ പേരായിരുന്നു സുലൈഖുൽ അത്ഫാൻ. കയറി വന്നിട്ട് പ്രവാചകന്റെ ഖുത്ബ കേൾക്കാനുള്ള ആവേശത്തിൽ തന്ത്രപ്പാടിൽ പെട്ടെന്ന് വന്ന് പള്ളിയിൽ ഇരുന്നു. പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ മിമ്പറിൽ നിന്ന് വിളിച്ചു, യാ സുലൈഖുൽ അത്ഫാൻ ഖും ഫർക റകഅതൈൻ. എഴുന്നേൽക്ക്, 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്ക്, എന്നിട്ട് ഇരിക്ക്. ഒക്കെ നിങ്ങൾ പല ആളുകളും ജുമാഅത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ബാങ്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാങ്ക് തീരാനായി വെയിറ്റ് ചെയ്യും സുന്നത്ത് നിസ്കരിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യും? ബാങ്ക് തീർന്ന് ഖതീബ് ഖുത്ബ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? സുന്നത്ത് നിസ്കരിക്കും. അതല്ല ചെയ്യേണ്ടത്. അവിടെ ബാങ്കിന് ജവാബ് ചെയ്യൽ സുന്നത്താണ്. ഖുത്ബ ശ്രമിക്കാതെ പറഞ്ഞാൽ നിർബന്ധമായ കാര്യമാണ്. അതിനേക്കാൾ ശ്രേഷ്ഠതയുടെ സ്ഥാനം കൽപ്പിക്കേണ്ടത് വെള്ളിയാഴ്ചത്തെ ഖുത്ബക്കാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് കയറി വരുമ്പോ ബാങ്ക് കുടിക്കണമെങ്കിലും പെട്ടെന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഖുത്ബ കേൾക്കാനായിരിക്കണം. എന്നിട്ട് പ്രവാചകൻ ആ ഖുത്ബയിൽ തന്നെ എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കാതിരിക്കരുത്. ഇനി ഇമാം ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ ആ സുന്നത്ത് നമസ്കാരം അല്പം ഒന്ന് സ്പീഡാക്കുക. വേഗം നമസ്കരിച്ചിട്ട് ഖുത്ബയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ സാന്ദർഭികമായി പ്രവാചകന്റെ പള്ളികളിൽ ഖുത്ബകൾ നടന്നു. മറ്റൊരിക്കൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു സഹോദരൻ കയറി വന്നു. കീർ പറഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു. മിമ്പറിൽ നിന്ന് ആ കാഴ്ച കണ്ട പ്രവാചകന്റെ കൽബൊന്ന് പടച്ചു. സങ്കടമായി പ്രവാചകൻ പറഞ്ഞു വന്നിരുന്ന വിഷയം നിർത്തി. ഉടൻ തന്നെ പ്രവാചകൻ വിഷയം മാറ്റി ദാനധർമ്മത്തെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. നമ്മളാണെങ്കിലോ പള്ളിയിൽ നിന്ന് ജുമാഅത്തിന് ഖുത്ബയിൽ പുറത്തിറങ്ങിയിട്ട് മൂപ്പരുടെ വിഷയം ശരിയല്ല, മൂപ്പരുടെ വിഷയത്തിൽ ഒരു ഓർഡറില്ല, പറഞ്ഞു തുടങ്ങി വേറെ വിഷയത്തിൽ അവസാനിപ്പിച്ചു. എന്തെല്ലാം കമന്റുകളായിരിക്കും. പ്രവാചകന്റെ പള്ളി മിമ്പറിൽ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കയറി വന്നപ്പോ പ്രവാചകൻ ഖുത്ബയുടെ വിഷയം മാറ്റി ദാനധർമ്മത്തെ കുറിച്ച് പ്രസംഗിച്ചു. സ്വഹാബത്തിന്റെ ഹൃദയത്തിലാണ് ആ ശബ്ദം പോയടിച്ചത്. നമസ്കാരങ്ങളിൽ സ്വഹാബത്ത് വീട്ടിലേക്ക് ഓടി. അവരുടെ വീട്ടിലുള്ളതെല്ലാം കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിൽ അവർ സമർപ്പിച്ചു. പിന്നെ അവരോട് ദാനം ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. അതിന്റെ മഹത്വം പറഞ്ഞാൽ മതി. സ്വഹാബത്ത് വീട്ടിൽ പോയി ഉള്ളതെല്ലാം കൊണ്ടുവന്നു. പ്രവാചകൻ എന്ത് ചെയ്തു? ആ പാവപ്പെട്ട സഹോദരനെ വിളിച്ചു. ഈ കൊണ്ടുവന്നതിൽ നിന്ന് 2 ഡ്രസ് 2 ജോഡി വസ്ത്രം എടുത്തിട്ട് ആ സഹോദരന് കൊടുത്തിട്ട് വന്നു പോയിക്കോളാം. ആ സഹോദരൻ 2 ജോഡി വസ്ത്രമായിട്ട് പോയി. പിറ്റേ വെള്ളിയാഴ്ച പ്രവാചകൻ ദാനധർമ്മത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. നോക്കുമ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച കീറി പറഞ്ഞ വസ്ത്രം ധരിച്ച മനുഷ്യൻ തനിക്ക് സ്വതക്കയായി കിട്ടിയ 2 വസ്ത്രത്തിൽ ഒന്ന് ധരിച്ചിരിക്കുന്നു, ഒന്ന് പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നു. പ്രവാചകന്റെ ഖുത്ബയുടെ വിഷയം ദാനധർമ്മം. ജുമാസ്കാരം കഴിഞ്ഞ് സ്വഹാബികൾക്കൊക്കെ ദാനധർമ്മം നൽകിയപ്പോ ഈ സഹോദരൻ കഴിഞ്ഞ ആഴ്ച ദാനമായി കിട്ടിയ 2 വസ്ത്രത്തിൽ ഒന്ന് പ്രവാചകന്റെ പള്ളിയിൽ ദാനം ചെയ്തിട്ട് പോവൻ. ഇതായിരുന്നു പ്രവാചകന്റെ ഖുത്ബ. അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു, അവരുടെ ഹൃദയത്തെ മാറ്റിമറിച്ചു. മിമ്പറിൽ നിന്ന് പ്രവാചകൻ ഖുർആൻ ഓതി, ധാരാളമായി ആയത്തുകൾ ആവർത്തിച്ചോതി. പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ഭാര്യമാര് പറയുകയാണ്, ഞങ്ങൾ ഖുർആൻ പഠിച്ചത് പ്രവാചകന്റെ പള്ളിയിൽ നിന്നാണ്. ഞങ്ങൾ ഖുർആൻ പല സൂറത്തുകളും ഹിഫ്ളാക്കിയത് മിമ്പറിൽ നിന്ന് പ്രവാചകൻ ഓതിയതുകൊണ്ടാണ്. ഒരു സ്വഹാബ പറഞ്ഞത്, ഞാൻ സൂറത്തു ഖാഫ് മനഃപാഠമാക്കി. 45 ആയത്തുള്ള ഒരു അധ്യായമാണ്. ഖുർആനിന്റെ 50-ാം അധ്യായമാണ്. 3 പേജോളം വരുന്ന ഒരു അധ്യായമാണ്. ഒരു സഹോദരിയാണ് പറയുന്നത്, ഞാൻ സൂറത്തു ഖാഫ് മനഃപാഠമാക്കിയത് മദ്രസയിൽ പോയിട്ടല്ല, പിന്നെയോ മിമ്പറിന്റെ മുകളിൽ പ്രവാചകൻ ഓതും. അങ്ങനെ ഞാൻ ആ സൂറത്ത് മനഃപാഠമാക്കി. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയുടെ ശൈലി. പല പള്ളികളുടെയും അവസ്ഥ എന്താ? ഇതേ സമയത്ത് ഖുത്ബ നടക്കുന്നുണ്ട്. ഏതാണ് ഖുത്ബ? നബാത്തിയ ഖുത്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുത്ബ. ആര് പറഞ്ഞതാണ്? പ്രവാചകൻ പറഞ്ഞതാണോ? അല്ല. സ്വഹാബത്ത് പറഞ്ഞതാണോ? അല്ല. മുൻഗാമികൾ പറഞ്ഞതാണോ? അല്ല. ഈജിപ്തിലെ ഇബ്നുൽ മിസ്രി എന്ന ഒരു പണ്ഡിതൻ തന്റെ ജീവിതത്തിൽ നിർവഹിച്ച ഖുത്ബകൾ അത് ക്രോഡീകരിച്ച് അത് സമാഹരിച്ച് ഒരു കിതാബാക്കി. ആ
കിതാബ് സ്ഥിരമായി മിമ്പറുകളിൽ നിന്ന് വായിക്കപ്പെടുന്നു, ആവർത്തിക്കപ്പെടുന്നു, റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് നബാത്തിയ ഖുതുബ. പ്രവാചകന്റെ ഖുതുബ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുതുബയല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ ഖുതുബയല്ല ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയത്. പിന്നെയോ സാന്ദർഭികമായി അവസരോചിതമായി ജനങ്ങൾക്ക് ആവശ്യമായത് മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചുകൊണ്ടേയിരുന്നു. ഇതായിരിക്കണം പള്ളി. അതാണ് ഒരു ജുമുഅ മസ്ജിദ്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, നിങ്ങളുടെ മുഖമക്കര അവർ അവരുടെ മാരണത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. മഗ്‌രിബിന്റെ സമയത്ത് ഈ ആയത്ത് ഇറങ്ങി. നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് പെണ്ണുങ്ങൾ ഓടി വീട്ടിലേക്ക്. അവരുടെ വീട്ടിൽ അവർക്ക് നീളമുള്ള മുഖമക്കര തയ്ക്കാനുള്ള തുണിയില്ല. ഈ തപ്പലയോവലുകൾ കൊണ്ട് മുഖമക്കര ഉണ്ടാക്കി ഇശാ ജമാഅത്തിന്റെ പള്ളിയിലെത്തി. പ്രവാചകന്റെ പള്ളിയുടെ പ്രത്യേകത ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ അടിയാത്തികളായ പെണ്ണുങ്ങളെ അല്ലാഹുവിന്റെ പള്ളിയെ തൊട്ട് നിങ്ങൾ തടയാൻ പാടില്ല. 2-3 മാസങ്ങൾക്ക് മുമ്പ് കരഞ്ഞുകൊണ്ട് ഒരു സഹോദരി പറഞ്ഞ വാചകമുണ്ട്, ഞാൻ ഉംറക്ക് പോയി, ഇന്ന ഗ്രൂപ്പിന്റെ കൂടെ ഇന്ന ഉസ്താദിന്റെ കീഴിലാണ് ഞാൻ പോയത്. ഹറമിന്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ താമസ സൗകര്യം. ഒരു വഖത്ത് പോലും മസ്ജിദുൽ ഹറമിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് സങ്കടം പറഞ്ഞു പൊട്ടിക്കരയുന്ന ഒരു സഹോദരി 2-3 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അവസ്ഥയാണ്. പള്ളി പെണ്ണിന്റെ ഹറാമാണത്രേ. ബൈത്തുൽ മുഖദ്ദസ് പരിപാലിച്ചതായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഭൂമിയിലെ 2ാമത്തെ പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലുള്ള ഖുദ്സിലുള്ള ജൂതന്മാർ കൈയടക്കി വെച്ചിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസ് ഭൂമിയിലെ 2ാമത്തെ പള്ളിയാണ്. നമ്മൾ ആലോചിച്ചു നോക്ക്. ആ പള്ളിയാണ് മറിയം ബീവി കിടന്നുറങ്ങിയത്. ആ പള്ളിയാണ് മറിയം ബീവി പരിപാലിച്ചത്. ആ പള്ളിയുടെ പരിപാലനമാണ് സക്കറിയ നബി അലൈഹിസ്സലാം ഏറ്റെടുത്തത്. സക്കറിയ നബിയുടെ ബന്ധുവായിരുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുത്ത ആളാണ് സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആനിൽ ആയത്തുണ്ട്, അല്ലാഹു യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅറാകിൻ. മറിയമേ, നീ ഖുനൂത്തുള്ളവളായിരിക്കണം, അടക്കവും ഒതുക്കവും ഉള്ളവളായിരിക്കണം. നീ റുകൂ ചെയ്യണം, നീ സുജൂദ് ചെയ്യണം. എവിടെ? ആരുടെ കൂടെ? റുകൂ ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെ. ഖുർആനിലെ ആയത്താണ് വർകഇ മഅറാകിൻ. റാകിഈൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം റുകൂ ചെയ്യുന്ന പുരുഷന്മാർ എന്നാണ്. അല്ലാഹു പറയാ, മറിയമേ, റുകൂ ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെ നീ റുകൂ ചെയ്യണം. നമ്മൾ ഇവിടുന്ന് ഓടുകയാണ്, പെണ്ണിന് പള്ളി പറ്റൂല. എന്നിട്ടോ ആളുകൾ സമ്മതിക്കാതെ വന്നപ്പോ പള്ളിയോട് ചേർന്നിട്ട് ഒരു റൂം ഉണ്ടാക്കിയിട്ട് യാത്രക്കാരായ സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം. സുബൈ നിസ്കാരത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കുത്തേക്കുന്നത് ഇമാമത്തിനുള്ള സ്വഹാബത്ത്. സുബൈ നമസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോ ഇരുട്ടിന്റെ മറവിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ കുത്തി. ആ രംഗം വിശദീകരിക്കുമ്പോ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് ഫലഖദ് തുഅയ ഉമർ വൈനഹാര ഫിൽ മസ്ജിദി. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേക്കുമ്പോ ആ സുബൈ നമസ്കാരത്തിൽ ആ പുരുഷന്മാരുടെ പിന്നിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ ആതിഖ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്ന സുബൈക്ക് വരെ പെണ്ണുകൾ പള്ളിയിൽ വന്നു. ഇശാ ജമാഅത്തിൽ പള്ളിയിൽ വന്നു. പ്രവാചകൻ ഇശ വൈകിപ്പിക്കുമായിരുന്നു. ഇശ വൈകിപ്പിക്കലാണ് കൂടുതൽ പുണ്യമുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇശാന്റെ സമയമായി, പ്രവാചകൻ നിസ്കരിക്കലില്ല. സ്വഹാബത്തൊക്കെ പള്ളിയോട് കാത്തിരിക്കാം, ഒരുപാട് ലേറ്റായി. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, നമുക്ക് ഇശ നിസ്കരിച്ചുകൂടെ? പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉറങ്ങാൻ തുടങ്ങി, സ്ത്രീകൾക്കൊക്കെ ബുദ്ധിമുട്ടാവൂലേ, നമുക്ക് ഇശാ ജമാഅത്ത് തുടങ്ങിക്കൂടെ? ആര് പറയാ? ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇതാണ് പള്ളി, ഇങ്ങനെയാകണം പള്ളി, എല്ലാവർക്കും ഉപദ്രവിക്കണം. പ്രവാചകന്റെ സ്വഹാബത്ത് കിടന്നുറങ്ങിയത് പള്ളിയിലാണ്. പ്രവാചകന്റെ സ്വഹാബത്തിന്റെ മദ്രസ മദീനത്തെ പള്ളിയാണ്. പ്രവാചകന്റെ സ്വഹാബത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസം മദീനത്തെ പള്ളിയാണ്. പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ഹിഫ്ദ് കോളേജ് മദീനത്തെ പള്ളിയാണ്. പ്രവാചകൻ ദർസ് നടത്തിയത്
ആരാണ് ഏറ്റവും വലിയ അക്രമി അറിയോ? അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുന്ന അവന്റെ പള്ളികളിൽ നിന്ന് അവന്റെ അടിമകളെ തടയുന്നവനേക്കാളും ആ പള്ളിയുടെ തകർച്ചക്കായി ശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമിയാണെന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ അക്രമിയാണെന്നറിയോ? ആരാ? പള്ളിക്കെതിരെ പണിയെടുക്കുന്നവരാണ്, പള്ളികളിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരാണ്, ആ പള്ളികളിലെ ആരാധനകൾക്ക് മുടക്കം വരുത്തുന്നവരാണ്, ജുമഅക്ക് മുടക്കം വരുത്തുന്നവരാണ്, പള്ളികൾ ടാർപ്പായിട്ട് മൂടിക്കളയുന്നവരാണ്, പള്ളി പൊളിക്കുന്നവരായ ആളുകളാണ്. ഒരു മാത്രമല്ല, പിന്നെയോ പള്ളികളിൽ നിന്ന് സ്ത്രീകളെ തടഞ്ഞാലും അല്ലാഹുവിന്റെ നാമം സ്മരിക്കാൻ ആ പള്ളിയിലേക്ക് വരുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ അവരെ തടയുന്നവരാണ് ഏറ്റവും വലിയ അക്രമി എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉപദേശിക്കുകയാണ്. അപ്പോൾ പള്ളി എന്ന് പറഞ്ഞാൽ ദഅവത്തിന്റെ കേന്ദ്രമാണ്. പള്ളി എന്ന് പറഞ്ഞാൽ ദഅവത്തിന്റെ കേന്ദ്രം. പ്രവാചകന്റെ ദഅവത്ത് എവിടെയാ? പള്ളിയിലാണ്. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ സ്വഹാബത്ത് ഇറങ്ങുകയാണ്, അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്, കാണുന്ന ആളുകളോടൊക്കെ ദഅവത്ത് നടത്തുകയാണ്. അവർക്ക് പ്രവാചകൻ ക്ലാസ് കൊടുത്തത്, അവർ സ്റ്റഡി ചെയ്തത് മദീനത്തെ പള്ളിയായിരുന്നു. ബാഗുകാമത്തോട് നിസ്കാരം ഒരു കൂട്ടിയിട്ട് പോകാനുള്ള കേന്ദ്രമല്ല പള്ളി. ഇതാണ് പള്ളി, ഇങ്ങനെയാകണം പള്ളി. ആ പള്ളിക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ജുമാ മസ്ജിദ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പള്ളിക്ക് ജുമാ മസ്ജിദ് പറയാൻ കഴിയില്ല. ജനങ്ങൾക്ക് മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള ആശ്വാസം ലഭിക്കുന്ന, സമാധാനം ലഭിക്കുന്ന, ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അവന് സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന കേന്ദ്രമാകണം ഇസ്ലാമിന്റെ പള്ളികൾ. അത്തരത്തിലുള്ള പള്ളികളായി നമ്മുടെ പള്ളികൾ മാറണം. അതിന്റെ പിന്നിൽ ഒരു ടീം വർക്ക് ആവശ്യമാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ തീർച്ചയായും പ്രവാചകൻ പഠിപ്പിച്ച പള്ളികളായി നമ്മുടെ പള്ളികൾ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഒന്നാമത്തെ ഖുതുബയിൽ ആമുഖമായി ഞാൻ ഓതിവെച്ച വചനം വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബ 18-ാമത്തെ ആയത്താണ്. പള്ളിയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പള്ളി പരിപാലന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞു തരുന്ന കൃത്യമായ ചില നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരായിരിക്കണം ആര്? പള്ളി കമ്മിറ്റി മെമ്പർമാർ. ഇത് പറയുമ്പോൾ ഒരു കമ്മിറ്റിക്കാരനും എന്നോട് ഒന്നും തോന്നരുത്. വിശുദ്ധ ഖുർആനിൽ നേർക്ക് നേരെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. നേർക്ക് നേരെ ഡയറക്റ്റ് അർത്ഥം പറഞ്ഞാൽ തന്നെ മതി. തീർച്ചയായും അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടതാരാണ്? മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വാസമുള്ളവനായിരിക്കണം. അല്ലാത്ത ആളെ പറ്റില്ല. ജാതി പോകുന്നവൻ പള്ളി കമ്മിറ്റിയിൽ പറ്റില്ല. മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നവർ, ബദരീകളെ കാക്കണേ എന്ന് പറയുന്നവർ, ബോധിഷയുടെ പേരിൽ ആണ്ട് നേർച്ച കഴിക്കുന്നവർ, ഭീമാ പള്ളിയിൽ പോയി നേർച്ചയാക്കുന്നവർ, സീയമണവൂരിൽ കാക്കണേ എന്ന് പറയുന്നവർ, ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ഒരാളും അള്ളാന്റെ പള്ളി പരിപാലന കമ്മിറ്റിക്ക് വരാൻ പാടില്ല. അള്ളാന്റെ പള്ളി പരിപാലിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരിക്കണം. മൻ ആമന ബില്ലാഹ്, ഈമാനുള്ളവരായിരിക്കണം. ആ ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശ്വാസം നേരെയാക്കിയവർ, അള്ളാഹുവിനോട് മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കണം. പിന്നെയോ വലിയോബിൽ ആഖിരി, ആഖിറത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. പല ആളുകൾ പറയാറുണ്ട്, പരലോകല്ലേ, അപ്പോഴല്ലേ, അവിടെ വരുമ്പോഴല്ലേ നമുക്ക് അന്നേരം നോക്കാം. പോയി അചഞ്ചലമായ വിശ്വാസം പരലോകത്തിലുള്ള ആളുകളല്ലാതെ അള്ളാന്റെ പള്ളി കമ്മിറ്റിയിൽ ഒരാളുണ്ടാകാൻ പാടില്ല. പിന്നെ നിസ്കാരമുള്ളവരായിരിക്കും. പലപ്പോഴും പല കമ്മിറ്റി മാറ്റം എന്നറിയോ, പ്രസിഡന്റ് വന്നില്ല, സെക്രട്ടറി വന്നില്ല. എന്താ കാരണം? കമ്മിറ്റിയിലേക്ക് മാത്രം പള്ളിയിൽ വരുന്ന ഒരുപാട് കമ്മിറ്റിക്കാർ ഓരോ സുബിയോ ജമാഅത്തിൽ കാണില്ല.
ഇശാ ജമാഅത്തിൽ കാണില്ല. പല പള്ളികളുടെയും അവസ്ഥയാണ്. ഇന്ന് ഒരുപാട് മാറി, എന്നാലും തീർത്തു മാറിയിട്ടില്ല. എത്രയോ പള്ളി കമ്മിറ്റിക്കാർ ചിലപ്പോ ഏറ്റവും ഉന്നതമായ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്ന ആളായി. കമ്മിറ്റി ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ, പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റില്ല. അതുപോലെ പള്ളി പരിപാലിക്കുന്നത് നിസ്കാരമുള്ള ആളുകളായിരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം പള്ളിയിൽ തന്നെയാണ് അവർ വന്ന് നിർവഹിക്കുന്നത്. പിന്നെ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. അല്ല പള്ളി കമ്മിറ്റി എല്ലാവരും സക്കാത്ത് വാങ്ങി മറ്റുള്ളവരുടെ കാശൊക്കെ നിർബന്ധിച്ച് വാങ്ങി അത് വിതരണം ചെയ്ത് അങ്ങനെ അല്ല. തന്റെ സമ്പത്തിൽ നിന്ന് കൃത്യമായി കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുന്ന ആളുകളായിരിക്കണം ആര്? പള്ളി കമ്മിറ്റിക്കാർ. അള്ളാഹല്ലാണ്ട് വേറെ ആരെയും പേടിക്കാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരായിരിക്കണം. ജീവിതത്തിൽ ഒരു പൂച്ച വട്ടം ചാടിയാൽ, ചിലപ്പോൾ പള്ളിയിലെ വലിയ ആളായി ഒരു കറുത്ത പൂച്ച വട്ടം ചാടിയാൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യ ഒന്ന് പുറകെ ഒന്ന് വിളിച്ചാൽ, ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ആ ദിവസം ശരിയാവില്ല, പിന്നെ അന്ന് കച്ചവടം ശരിയാവില്ല, പിന്നെ അന്ന് യാത്ര പോയി ശരിയാവില്ല. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പേറുക, അതിനെല്ലാം ഭയപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പറ്റൂല, അവരെയൊക്കെ കമ്മിറ്റിന്ന് പുറത്താക്കണം. അള്ളാഹുദാ ഖുർആനിൽ പറഞ്ഞതാ. അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർ. ഇതാണ് ഒരു പള്ളി പരിപാലന കമ്മിറ്റിയുടെ ക്വാളിറ്റി. എന്തൊക്കെയാണ്? അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാകണം, ആഖിറത്തിൽ വിശ്വാസം ഉണ്ടാകണം, നമസ്കാരം ഉണ്ടാകണം, സക്കാത്ത് ഉണ്ടാകണം, അള്ളാഹുവിനെ മാത്രം പേടിക്കണം. എങ്കിൽ അവർ സന്മാർഗികളായേക്കാം. ഇതാണ് ഞാൻ വെച്ച ആയത്തിന്റെ വായന. അതുകൊണ്ട് പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്. പള്ളി സാംസ്കാരിക കേന്ദ്രമാണ്. പള്ളി ആ പ്രദേശത്തുകാരുടെ, പള്ളി ഒരു പൊതുമുതലാണ്. അതിന് ഭംഗം വരുത്തുന്ന ഒന്നും കമ്മിറ്റിയുടെ ഭാഗത്തോ അവിടെ വരുന്ന പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ശാന്തതയുള്ള, സ്വസ്ഥതയുള്ള, സമാധാനമുള്ള കേന്ദ്രമായി പള്ളികൾ മാറണം. ഒരാൾക്ക് അല്പനേരം വന്നിരുന്ന് നിസ്കരിക്കണം, അല്ലെങ്കിൽ ഒരാൾ ഉദു ചെയ്ത് കുറച്ചു നേരം സുജൂദിൽ കിടന്ന് പടച്ചോനോടൊന്ന് എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് എണ്ണിപ്പെറുക്കണം. അതിനുള്ള കേന്ദ്ര പള്ളി. അല്ലാതെ ഇവിടെ നിസ്കരിക്കുമ്പോൾ ജുമാഅത്ത് വരെ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിസ്കാരം കഴിഞ്ഞാൽ ആളുകൾ ദിക്ർ ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു. അപ്പോഴും ഈ പള്ളിയിലകത്ത് ഈ ഹോളിലൊന്നും പുറത്തേക്ക് ഇറക്കിയിട്ട് ആയിക്കോട്ടെ, ഇതിന്റെ അകത്ത് തന്നെ ബാക്കിൽ നിന്നിട്ട് വർത്താനം പറയാം, പല കാര്യങ്ങളും പറയാം. പള്ളി എന്തിനാ? സമാധാനത്തോടെ നിർഭയത്വത്തോടെ സുജൂദ് ചെയ്ത് അള്ളാഹുവിനെ ആരാധിച്ച് അവന്റെ മുന്നിൽ എന്റെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ച് എല്ലാവർക്കും ആശ്വാസം ഉണ്ടാകുന്ന കേന്ദ്രമായിരിക്കണം പള്ളി. പ്രവാചകന്റെ സങ്കടം വന്നാൽ പള്ളിയിൽ വരും, അബൂബക്കറിന്റെ സങ്കടം വന്നാൽ പള്ളിയിൽ വരും. പള്ളിയിൽ വന്ന് ജീവിക്കും, ഒറ്റക്കിരിക്കും, ഖുർആൻ ഓതും, പ്രാർത്ഥിക്കും, സുജൂദ് ചെയ്യും. ഇങ്ങനത്തെ കേന്ദ്രങ്ങളായി നമ്മുടെ പള്ളികളെല്ലാം മാറണം. ഒച്ചപ്പാടില്ലാത്ത, ബഹളമില്ലാത്ത, കലാപമില്ലാത്ത, പള്ളിയുടെ പരിസരത്തുള്ള ജാതി മത ഭേദമന്യേ ഒരാളെ കൊണ്ടും പറയിപ്പിക്കാത്ത, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വെളിച്ചം വീശുന്ന കേന്ദ്രമായി ഈ ജുമുഅ മസ്ജിദ് മാറണം. അങ്ങനെ മാറട്ടെ. അതിന് നമ്മുടെ പള്ളി കമ്മിറ്റിയിലുള്ള മുഴുവൻ മെമ്പർമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.